GAB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാംഷയിലെ പുതിയ തരം രേഖകളെക്കുറിച്ചാണ്. സാധാരണ നമുക്ക് കേട്ടുകഴിവുകളൊന്നും ഇത്തരം രേഖകളെക്കുറിച്ച് ഉണ്ടാവുകയില്ല. കാരണം ഇതൊക്കെ ഒരു അത്ഭുത ചിഹ്നങ്ങളാണ്, അത്ഭുത ചിഹ്നങ്ങളും രേഖകളുമാണ്. നമുക്ക് പാംഷയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത തരം രേഖകളുണ്ട്. അതെല്ലാം നമ്മുടെ ചാനൽ വഴി നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഒപ്പം ജ്യോതിഷത്തിലെ ചില നക്ഷത്രങ്ങളെക്കുറിച്ചും നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പം രേഖകളുടെ ഇമേജുകൾ ഞാൻ വരച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ഇമേജുകളിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. അപ്പം നമുക്ക് ഇമേജ് കണ്ടുവച്ച് വരാം. ഇതാണ് ഇമേജ്. ഓർമ്മ പുതുക്കാനായിട്ട് നമുക്ക് പറയാം, ഈ കാണുന്നതാണ് ആയുർരേഖ. ഈ ചിത്രത്തിൽ നമുക്ക് ഭാഗ്യരേഖയ്ക്ക് വലിയ പ്രാധാന്യം നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് വരച്ചിട്ടില്ല. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ എന്ന് പറയും. ഈ കാണുന്നതാണ് ഹൃദയരേഖ അല്ലെങ്കിൽ ആരോരേഖ എന്ന് പറയും. ഇനി ഇവിടെ ചൂണ്ടുവിരലിൻ്റെ താഴെയായിട്ടാണ് ഈ ചിഹ്നം വരുന്നത്. അല്പം മാറിയോ ചെരിഞ്ഞോ വളഞ്ഞോ ചിലപ്പോൾ ഇതിൽ രണ്ട് വരകളോ ഒക്കെ കാണുകയുള്ളൂ. ഇതുപോലെ ഒരു ചിഹ്നം. ഈ ചിഹ്നത്തിനെ അറിയപ്പെടുന്നത് കൈറ്റ് എന്നാണ്. കൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പട്ടമാണെന്നറിയാം, പട്ടം. അപ്പം പട്ടത്തിൻ്റെ ചിഹ്നം മനസ്സിലാക്കുക. ഇങ്ങനെ ഫിഷിൻ്റെ ചിഹ്നമല്ല, ഫിഷ് ഇച്ചിരി ഉരുണ്ടിട്ടാണ് ഈ രീതിയിൽ ചിഹ്നം. അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാം, ഇങ്ങനെ വന്ന് വാലോട് കൂടി നിൽക്കാം, ബുദ്ധിരേഖയിൽ ഇടിച്ച് നിൽക്കാം, അല്ലെങ്കിൽ മേളിലോട്ട് കയറി നിൽക്കാം. ചൂണ്ടുവിരലിന് താഴെ എവിടെയായിട്ടാണേലും ഈ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ ഇതൊരു രേഖയാണ്. ചിഹ്നമായിട്ടുള്ള രീതിയിൽ ഇങ്ങനൊരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകുന്ന അവസ്ഥ, ദാരിദ്ര്യത്തിലാണെങ്കിലും മോശമായ അവസ്ഥയിലാണെങ്കിലും ആ വ്യക്തി സാമ്പത്തികമായിട്ട് ഉയരുമെന്നുള്ള തെളിവ് കൂടിയാണ്. രണ്ടാമത് പറക്കുമെന്നാണ്. പട്ടം എങ്ങനെയാണ് പറന്ന് നടക്കുന്നത്? പട്ടം പറന്ന് നടക്കുന്ന പോലെ ആ വ്യക്തി പറന്ന് നടക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ ചിഹ്നത്തിൻ്റെ അർത്ഥം. ചൂണ്ടുവിരലിൻ്റെ താഴെ എന്ത് ചിഹ്നം വന്നാലും അതിനനുസരിച്ചുള്ള യോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പം പട്ടത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ പട്ടം പറക്കുന്ന പോലെ തന്നെ ഉയരങ്ങൾ കീഴടക്കാനും സാമ്പത്തികമായി വളരെയധികം ഉയരങ്ങളിൽ ചെല്ലാനുമുള്ള യോഗവും ഭാഗ്യവും എല്ലാം ആ വ്യക്തിക്ക് വരുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ചിഹ്നം. അപ്പോൾ ഇത്തരം ഒരു ചിഹ്നം നിങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ കുടുംബത്തിൽപ്പെട്ട ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അല്ലാത്ത പുറത്തുള്ള ആളുകൾ, അങ്ങനെയുള്ളവർ ആരാണേലും അവരൊക്കെ കൈകളിൽ ഈ ഒരു രേഖ ഉണ്ടോ അല്ലെങ്കിൽ ചിഹ്നം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് വരുന്ന യോഗങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട നിയമം ഓർത്തിരിക്കുക. പുരുഷന്മാരെ നോക്കേണ്ടത് വലത് കൈയാണ്, സ്ത്രീകൾ നോക്കേണ്ടത് ഇടത് കൈയാണ്. സ്വന്തം കാര്യത്തിൽ പുരുഷന് സ്ത്രീയുടെ കൈ നോക്കുമ്പോൾ സ്ത്രീയുടെ ഇടത് കൈ നോക്കുക, സ്ത്രീ പുരുഷൻ്റെ കൈ നോക്കുമ്പോൾ പുരുഷൻ്റെ വലത് കൈ നോക്കുക. രണ്ട് സ്ത്രീകൾ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ ഇടത് കൈകൾ മാത്രം നോക്കുക, രണ്ട് പുരുഷന്മാർ തമ്മിലാണെങ്കിൽ വലത് കൈകൾ മാത്രം നോക്കുക എന്ന് പറയുന്നു. ഇനി മറ്റൊരു ഇമേജ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് അടുത്ത ഇമേജ്. ഈ ഇമേജിൽ നമ്മൾ കാണുന്നത് ഈ കാണുന്ന ആയുർരേഖ, ഈ കാണുന്നത് ഭാഗ്യരേഖ, ഈ കാണുന്നത് ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരോരേഖ, ഈ കാണുന്നത് നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയും. ഇവിടെ നിന്ന് ഭാഗ്യരേഖ നേരെ പോയി നമ്മുടെ ചൂണ്ടുവിരൽ കഴിഞ്ഞ് നമ്മുടെ നടുവിരലിന് താഴെയായിട്ട് ഇതുപോലെ തന്നെ ഒരു ത്രികോണം രൂപപ്പെടുകയാണ്. മനസ്സിലായോ? ഭാഗ്യരേഖയിലായിട്ടൊരു ത്രികോണം അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ത്രികോണം അങ്ങനെ വരാം, കുഴപ്പമില്ല. അപ്പം ഈ നടുവിരലിന് താഴെയായിട്ട് ത്രികോണം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭയങ്കരമായ ധനയോഗം ജീവിതത്തിൽ ലഭിക്കും. ധനയോഗം, വളരെയധികം വലിയ ധനയോഗം ലഭിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിൽ ആ വ്യക്തി വിജയിക്കും. ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആ വ്യക്തി വിജയിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റ് ആഭരണങ്ങൾ, ഇപ്പോൾ സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ വിൽക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ സ്വർണ്ണക്കടയുടെ ഉടമയാവാം. അങ്ങനെയുള്ള പല യോഗങ്ങളും ആ വ്യക്തിക്ക് ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കാണുന്ന ചിഹ്നം, ത്രികോണ ചിഹ്നം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇനി ഞാൻ മറ്റൊരു ഹാൻഡ് കൂടി കാണിച്ചു തരാം. ഇത് മറ്റൊരു ഹാൻഡാണ്. ഈ ഹാൻഡിൽ നമ്മൾ വീണ്ടും കാണുന്നു, നമുക്കിത് ആയുർരേഖയാണ്, ഭാഗ്യരേഖയാണ്, ശിരോരേഖ ബുദ്ധിരേഖയാണ്, ഹൃദയരേഖ ആരോഗ്യരേഖയാണ്. ഓക്കെ, ഇനി നമുക്ക് സംസാരിക്കാനുള്ള ഭാഗ്യരേഖ ഇവിടെ വന്ന് നടുവിരലിന് താഴെയായിട്ട് അവസാനിക്കുമ്പോൾ അച്ചിരി ഇങ്ങോട്ടൊക്കെ മാറിയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഭാഗ്യരേഖയിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലൊരു ഡയമണ്ട് പോലൊരു ത്രികോണം കണ്ടോ. ഇത് ത്രികോണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നടുക്ക് ഇങ്ങനെ കാണുന്നല്ല, ഒന്നുകൂടി ഫോക്കസ് ഔട്ട് ആയിട്ടുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, ലൈറ്റ് ഒന്ന് ഡിമ്മായിട്ടുണ്ട്, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കാം, അടുപ്പിച്ച് കാണിക്കാം. ഓക്കെ, നോക്കൂ, ഇത് ത്രികോണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കണമല്ലോ. ഇപ്പോൾ ത്രികോണമല്ല ഈ കാണുന്നത്,
ഒരു കൈറ്റിൻ്റെ ചിഹ്നവും അല്ല ഈ കാണുന്നത്. ഇപ്പോൾ ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പ് നമുക്ക് പറയാം. ഇപ്പോൾ ഡയമണ്ട് അങ്ങനെയല്ല. അപ്പോൾ ഡയമണ്ട് ആയിട്ടാണ് ഇതിനെ പാമിസ്ട്രി പറയുന്നത്. ഡയമണ്ട് രത്നം അല്ലെങ്കിൽ വജ്രം എന്നൊക്കെ പറയുന്നത് ഡയമണ്ടിനെ ആയിട്ടാണ് ഈ പാമിസ്ട്രിയിൽ ഇതിന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു ചിഹ്നമാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. ചിലപ്പോൾ അത് ഏത് പ്രായത്തിലാണ് തരുന്നത്. ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ 26 വയസ്സിന് ശേഷം, 27 വയസ്സിന് ശേഷം, അങ്ങനെ പല പല പ്രായങ്ങളിൽ തെളിയും. കൈറ്റിൻ്റെ ചിഹ്നമൊക്കെ വരുന്ന എങ്ങനെയാണേലും നമുക്ക് ഇത്തരം ഒരു രേഖ കിടപ്പുണ്ടെങ്കിൽ മറ്റ് കുറിയോ വരകളോ ഒന്നുമില്ലെങ്കിൽ ആ പ്രായം തൊട്ട് തന്നെ നമുക്ക് അതിൻ്റെ ബാഹ്യങ്ങൾ ലഭിക്കും. ഇനി അഥവാ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ലൈനുകൾ വീണ് തടസ്സപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ ആ ലൈനുകൾ മാറുന്ന സമയങ്ങളിലാണ് ചില സമയം നമുക്ക് ആ ബാഹ്യങ്ങൾ ലഭിക്കുക എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ പ്രായപരിധി നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ആകാം, മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മുടെ ഒരു യോഗം പോലെയാണ് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് ഒക്കെ ഫൈൻ ലൈറ്റ് ഡിമ്മായും കൂടി ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 ഇമേജുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് സംസാരിക്കേണ്ട. അതിനായിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. ഇടയ്ക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ട്, ലൈറ്റ് ഡിമ്മായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോയിലേക്ക് തിരിച്ചു വരികയാണ്. ഇത്തരം രേഖകളോ ചിഹ്നങ്ങളോ ഒക്കെ നിങ്ങളുടെ ഹാൻഡിലോ ബന്ധുക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കയ്യിലോ ഒക്കെ കാണുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലോ ആരുടെ കയ്യിലാണെങ്കിൽ കാണുകയാണെങ്കിലും ഇതിൻ്റെ എല്ലാം ഫലങ്ങൾ ഇതാണെന്ന് നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിലൂടെ മനസ്സിലായി കഴിഞ്ഞു. ഇതുമാത്രമല്ല, ഒട്ടനവധി പ്രത്യേകതകൾ നമ്മുടെ പാമിസ്ട്രി പറയാനുണ്ട്. ഒരുപാട് രേഖകളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇതേപ്പറ്റി ഇനിയും സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് രേഖകൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇന്ന് പതിവ് പോലെ തന്നെ നമ്മൾ ഇന്ന് നക്ഷത്രങ്ങളെപ്പറ്റി വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ്. നക്ഷത്രങ്ങളെപ്പറ്റി വിശകലനം ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന നക്ഷത്രം ആണ് മകം നക്ഷത്രത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം മകം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? മകം നക്ഷത്രത്തെ പറ്റി മുമ്പ് ഞാൻ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽഡായിട്ട് മകം നക്ഷത്രത്തെ പറ്റി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അപ്പം മകം നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അന്വേഷണ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി വായിച്ചോ മറ്റുള്ളവരോട് ചോദിച്ചോ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ ചെന്നോ ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി അവർക്ക് വലിയ ഇതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ചെയ്യുന്ന ജോലികളൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി എവിടെയാണ്, ഇപ്പം എന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് മകത്തിലുള്ളവർ കണ്ടെത്തും. അതുപോലെ തന്നെ എന്തെങ്കിലും പൊരുത്തക്കുറവുള്ള നക്ഷത്രക്കാരാണ് അവരുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ മിക്കപ്പോഴും ചില സമയങ്ങളിൽ വാക്കുതർക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം എല്ലാ ആളുകളോടും ഒരുപോലെ അല്ല മകത്തിൻ്റെ ഒരു ചില സമയങ്ങളിൽ ഇടപെടൽ. കാരണം പൊരുത്തക്കുറവുണ്ടെങ്കിൽ ആ വ്യക്തിയോട് അടുക്കുന്നത് ചില സമയം പ്രശ്നങ്ങളുണ്ടാവും. 2 വ്യക്തികൾക്കും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. ആത്മാഭിമാനം സൂക്ഷിക്കുന്ന ആളുകളാണ്. അഭിമാനത്തിന് കോട്ടം വരുന്ന വാക്കുകളോ കളിയാക്കുകളോ കുത്തുവാക്കുകളോ ഒന്നും ഇവരെ അധികം വെച്ച് പൊറുപ്പിക്കുകയില്ല. പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയൊക്കെ ചെയ്യും. ആളാരാണെന്ന് നോക്കാതൊക്കെ ഇവർ പ്രതികരിച്ചെന്നൊക്കെ വരും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കീഴിൽ കഴിയാനായിട്ട് ഇവർക്ക് ഇഷ്ടമില്ല. ഇവർക്ക് സ്വന്തമായ കുറച്ച് ഇഷ്ടങ്ങളുണ്ട്. ആ ഒരു ഇഷ്ടങ്ങളെ ഇപ്പം ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അത് ത്യജിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. അവരുടെ ഒരു രീതിക്കാണ് അവരുടെ ഒരു ഒഴുക്ക്. അങ്ങനെ ഒരു രീതിയിലാണ് അവർ ജീവിക്കുക. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ട് അനുസരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് മാറുന്ന ആളുകളെല്ലാം മഹത്വത്തിലുള്ളവർ. മറ്റുള്ളവരുടെ ഒന്നും ഒരു വാക്കുകൾക്ക് ഇവർ ചെവി കൊടുക്കാറില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അവർ ആ ലക്ഷ്യത്തിലെത്തും. അവരെ തൊഴിലിലൊക്കെ നല്ല സാമർത്ഥ്യമുണ്ട്. സാമർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉയർന്ന ജോലി താഴ്ന്ന ജോലി എന്നൊന്നും നോക്കാറില്ല. വിദ്യാഭ്യാസം കൂടുതലുള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട്. അതുപോലെ തന്നെ നല്ല ഉയർന്ന ഉള്ളവരുണ്ട്, സാധാരണ ജോലികളുള്ളവരുണ്ട്. അപ്പോൾ ജോലികളിൽ നമുക്ക് ജോലികളെ കുറ്റം പറയാൻ പറ്റില്ല. എല്ലാ തൊഴിലുകളും നമുക്ക് ദൈവികരമായി നമുക്ക് നല്ലതാണ്, നല്ല തൊഴിലുകളാണ് എല്ലാം. ഒരു തൊഴിലും നമുക്ക് മോശം പറയാൻ പറ്റില്ല. എങ്കിലും ചില ആളുകളുടെ മനസ്സിലുണ്ടല്ലോ, നമുക്ക് ഇന്ന ജോലി ചെയ്യേണ്ട ആളല്ല ഇന്നയാൾ, അയാൾ ഇച്ചിരൂടെ സ്റ്റാൻഡേർഡ് കൂടിയ ഒരു ജോലി ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നത് ഇതുണ്ടല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മകൻ നക്ഷത്രത്തിൽപ്പെട്ടവർ ഒരിക്കലും ജോലിയുടെ വലിപ്പച്ചെറുപ്പം നോക്കാറില്ല. അതായത് ചിലപ്പോൾ ഇപ്പോൾ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള മകൻ നക്ഷത്രമുള്ള ആൾ ചിലപ്പോൾ ഒരു ക്ലീനറായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഹോട്ടലിൽ ഒരു ക്ലീൻ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ സാധാരണ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾ അങ്ങനെ ആവാം. കൂടിയാണ് ഷെഫ് പോലുള്ള ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അതുപോലെ തന്നെ സാധാരണ കടകളിൽ ജോലി ചെയ്യുക, സെയിൽസിൽ നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. സാമ്പത്തികമുള്ള ഭവനത്തിൽ നിന്നും സ്വന്തമായ ഭവനമുണ്ട്, മറ്റ് വാഹനമുണ്ട്, വള്ളവും എല്ലാ സാധനമുണ്ട്. വണ്ടിയും വെള്ളമൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഫ്ലോയ്ക്ക് പറഞ്ഞു പോയാണ്. അപ്പം വണ്ടിയും വെള്ളമൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിലും സ്വത്ത് വകകളും ഒക്കെ ഉള്ളതാണെങ്കിലും ആ വ്യക്തി അതൊന്നും നോക്കാതെ ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തിന് ഉടമയ്ക്ക് ചിലപ്പം വാഹനമൊന്നും കാണുമെന്നില്ല. അത്ര വലിയ വാഹനമൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഈ മകത്തിലുള്ള ആൾക്ക് നല്ല വാഹനവും ചുറ്റുപാടും എല്ലാം ഉണ്ടെങ്കിലും
സാധാരണ ഒരു ചെറിയ കടയിൽ പോലും വന്ന് ജോലി ചെയ്യാൻ മകത്തിലുള്ള പുരുഷനും സ്ത്രീയും ഒരുപോലെ തന്നെ ശ്രമിക്കും. കാരണം അവർക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണ്, ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിയടക്കം ഇഷ്ടമാണ്, ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്ന ഇഷ്ടമാണ്, ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നവർക്ക് ഇഷ്ടമാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ജീവിതത്തിലൊരു ഹോബി കൂടിയാണ് ജോലി ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാവർക്കും ജീവിതത്തിൽ ജോലി ചെയ്യുക ഒരു ഹോബിയല്ല. അപ്പോൾ ഒരു ഹോബിയായിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടും. ഇപ്പം നേഴ്സാവാം, ഡോക്ടറാവാം, ആര് വേണേലും ആവാം. അപ്പം ജനങ്ങളുമായി സമ്പർക്കം ഉണ്ടാവുന്ന ജോലികൾ ചെയ്യുക. വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ചില സമയങ്ങളിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും മുൻകോപങ്ങൾ കാണിക്കാറുണ്ട്. ചില സമയങ്ങളിൽ സദ്ബുദ്ധി കാണിക്കാറുണ്ട്. അത് ബുദ്ധിപരമായ രീതിയിൽ പ്രശ്നമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറാനുള്ള കഴിവൊക്കെ മഹത്തിലുള്ളവർക്ക് ഉണ്ട്. സൗന്ദര്യമുള്ളവരുണ്ട് ചില ആൾ. പിന്നെ ധനസമൃദ്ധി, ഞാൻ പറഞ്ഞ ധനസമൃദ്ധി ഇവർക്കുണ്ട്. ധനസമൃദ്ധി ഉണ്ടെങ്കിൽ ഇവർ ജോലിക്ക് പോകും. ധനസമൃദ്ധി ഉണ്ട്. നമ്മൾ ചോദിക്കും എന്തിൻ്റെ കുഴപ്പമാണ്, അവർക്ക് എന്തിനാണ് ഇപ്പം ആ ജോലിക്ക് പോയി ഇവർ കഷ്ടപ്പെടുന്നത്, ഇവരെന്തിനാണ് വെറുതെ ബസ്സിൽ കയറി വരാനായിട്ട് ഇത്രയും ദൂരം വിഷം വെച്ച് രാവിലെ എഴുന്നേറ്റ് വരേണ്ട ആവശ്യമൊന്നും ഇവർക്കില്ല. ഇവർക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്ന് നമ്മൾ ചോദിക്കാം. അവർക്ക് അത്രയ്ക്ക് ധനസമൃദ്ധി ഉണ്ടെങ്കിൽ ഇവരെന്തിനു പോകുന്നു? ഇവർക്ക് ഇഷ്ടമാണ് ജോലികൾ ചെയ്യുക എന്നുള്ളത്. ജോലി ചെയ്യാനായി ഭൂമി ജനിച്ചെന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു ജീവിതം. അപ്പോൾ ധനസമൃദ്ധി ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരുടെ ഒരു കീഴിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ചിലവാണ്. അല്ലാതെ ജോലി സ്ഥാപനത്തിൻ്റെ ഉടമയുടെ ശകാരങ്ങളോ കുത്തുവാക്കുകളോ അല്ല പ്രശ്നം. അപ്പം മറ്റുള്ളവരുടെ കീഴിൽ കഴിയാൻ ഇഷ്ടപ്പെടാത്തവർ ചിലപ്പോൾ ബിസിനസ്സുകാരായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ വകവെക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇവരുടെ രീതി അങ്ങനെയല്ല. മറ്റുള്ളവർ കീഴിൽ കഴിയാൻ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ചിലവാണ്, പണം, സ്വന്തമായി അധ്വാനിച്ചുള്ള പണം, അതിനുവേണ്ടി ഇവർ ജോലിയും ചെയ്യും. ആ പണത്തിന് ജീവിക്കുക. ഇപ്പം മകത്തിലുള്ള ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ ആ പണം ആ വ്യക്തിക്ക് ആവശ്യമില്ല, മനസ്സിലാക്കുക. ഇപ്പം മകത്തിലുള്ള ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പണം ആവശ്യമില്ല. അത്ര രക്ഷയില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ഭർത്താവിനോട് പണം ചോദിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ സ്വന്തം പണം, ആ പണത്തിന് എന്തു വേണേലും വാങ്ങാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, എവിടെ വേണേലും പോകാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ. ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണല്ലോ ലിമിറ്റേഷനൊക്കെ വരിക. പോകണ്ട, ചെയ്യണ്ട, നോക്കണ്ട, നടക്കണ്ട എന്നുള്ള നിയമങ്ങൾ, വസ്ത്രങ്ങൾ വാങ്ങുന്നതിനെതിരെയുള്ള നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭർത്താവ് ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില അതിർവരമ്പുകൾ വെക്കും, നിയന്ത്രണങ്ങൾ വെക്കും. ഈ നിയന്ത്രണങ്ങൾ വേണ്ട എങ്കിൽ ജോലിക്ക് പോയാൽ മതി. ജോലിക്ക് പോകണ്ടെന്ന് പറയുന്ന ഭർത്താവാണെങ്കിൽ ചിലപ്പോൾ വാക്കർക്കം, ബന്ധം പിരിയൽ തുടങ്ങിയ കാര്യങ്ങളിൽ വരെ എത്തിച്ചേക്കാം. കാരണം അവർ ചിന്തിക്കുന്നത് പുറത്തേക്ക് പോവുക മാത്രമാണ്. അല്ലാതെ കുടുംബത്തെ കൂടുതലായി അടുത്തറയെ നോക്കാനല്ല, സ്വന്തം കാര്യം ആദ്യം, അത് കഴിഞ്ഞിട്ട് മതി, സ്വന്തം സന്തോഷവും എല്ലാത്തിലും ജീവിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് തന്നെ അവർ ജോലിക്ക് പോയിരിക്കും. ആ ചിലവിൽ കിട്ടുന്ന പണത്തിന് അവർ സുഖമായി ജീവിതം ആസ്വദിക്കും. എല്ലാവരും അങ്ങനെ ജീവിതം ആസ്വദിക്കാറില്ല, മനസ്സിലാക്കണം. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ പിതാവ് ജോലി ചെയ്യുന്നുണ്ടാകും, മാതാവ് ജോലി ചെയ്യുന്നുണ്ടാകും, മക്കൾ ജോലി ചെയ്യുന്നുണ്ടാകും. പക്ഷെ അവർ ആ ജീവിതം ആസ്വദിക്കുന്നത് എത്ര പേർ ആസ്വദിക്കുന്നുണ്ട്? ശമ്പളം കിട്ടുന്നു, ചിലവാകുന്നു. ശമ്പളം കിട്ടുന്നു, ചില കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി, അത് കഴിയുമ്പോൾ അത് പോയി കഴിയുമ്പോൾ കടം വാങ്ങിച്ചു വേണമെങ്കിൽ ചിലർക്ക് ജീവിക്കേണ്ടി വരും, അങ്ങനെ വരും. പിന്നെ അടുത്ത ശമ്പളം വരുമ്പോൾ വീണ്ടും വലിയ സംഖ്യകൾ, പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ മകത്തിലുള്ള ആൾ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, ആ ഒരു ചിലവിന് സുഖമായി അവർ ജീവിക്കുന്നു. ആ ഒരു രീതി. ബാക്കി കാര്യങ്ങൾ ഭർത്താവും ഭാര്യയും നോക്കുന്ന രീതിയിലുള്ള രീതി. ഒറ്റയ്ക്കാണെങ്കിൽ പരമസുഖം, മനസ്സിലാക്കുക. പിന്നെ തുറന്നടിച്ച് പറയുന്ന പ്രകൃതമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആളുകളുടെ മുഖത്ത് നോക്കി തുറന്നടിച്ച് ഇവർ പറയും. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും, പൊരുത്തമുള്ളവരോടാണെങ്കിലും പൊരുത്തമില്ലാത്തവരോടാണെങ്കിലും അവർ തുറന്നടിച്ച് പറയാൻ ഇവർക്ക് ഒരു മടുപ്പുമില്ല. അവർ നേരെ അത് പറയും. അങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് ഇവരുടെ ഒരു രീതി പോകുന്നത്. കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ തന്നെ സംസാരിക്കാം. തുറന്നടിച്ച് പറയുമ്പോൾ ചില സമയങ്ങളിൽ ശത്രുത ആളുകളുടെ സമ്പാദിക്കാനും വലിയൊരു അവസരമാണ്. ചില സമയങ്ങളിൽ നമ്മൾ ക്ഷമയോടുകൂടി പോകേണ്ട സമയങ്ങളുണ്ട്. പക്ഷേ അവർ ചില സമയങ്ങളിൽ ആരാണ് എന്താണെന്ന് നോക്കാതെ തുറന്നടിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെടാം, സുഹൃത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെടാം, മറ്റ് എന്ത് കാര്യങ്ങളാണെങ്കിലും അതിലേക്കെല്ലാം ഒരു കോട്ടം സംഭവിക്കാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. അതുപോലെ ജീവിതത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് മകത്തിന് കൂടുതലാണ്. മകത്തിൽ പുരുഷനാണ് സ്ത്രീയാണ്. രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സമ്പത്തിൻ്റെ രഹസ്യമാവാം, ജീവിതത്തിലെ രഹസ്യങ്ങളാവാം, മുമ്പ് നടന്ന സംഭവങ്ങളുടെ രഹസ്യങ്ങളാവാം. ഇവയൊന്നും പറഞ്ഞുകൊണ്ട് ഇവർ നടക്കുകയില്ല. മകത്തിൻ്റെ പ്രത്യേകതയാണ്. മകം രഹസ്യങ്ങളുള്ളിൽ ഒതുക്കി വെക്കുന്നതുകൊണ്ട് തീർച്ചയായും മകത്തെ പറ്റിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, ഭീഷണിപ്പെടുത്താനൊന്നും സാധിക്കത്തില്ല. സാധാരണ നമ്മുടെ രഹസ്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഭീഷണികൾ വരിക. നമ്മുടെ രഹസ്യങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ നമുക്ക് ഭീഷണികൾ എത്തുന്നില്ല, അല്ലെങ്കിൽ കാര്യതടസ്സം ഉണ്ടാകുന്നില്ല.
എല്ലാ രീതിയിലുള്ള രഹസ്യങ്ങളും വളരെ അധികം രഹസ്യമായി സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് മകത്തിന് ഉണ്ട്. അതുപോലെ ചില സമയം അധികാരികളുടെ സഹായമൊക്കെ ഇവർക്ക് ലഭിക്കും. അധികാരികൾ, നിയമപരമായ അധികാരികളായിരിക്കാം, മറ്റധികാരികളായിരിക്കാം, ആരാണെങ്കിലും ഒരു അധികാര സ്ഥാനത്തുള്ളവരുടെ സഹായം ഇവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കും. അധികാരികളുടെ സഹായം ലഭിക്കും. ചില ആളുകൾ വിദ്യാഭ്യാസപരമായി ഉയരുകയും സെലിബ്രിറ്റി ലെവലിൽ എത്തുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിലും അവർക്ക് കൂടുതൽ പ്രയോജനമാണ് ജീവിതത്തിൽ ലഭിക്കുക. അതുപോലെ തന്നെ സ്വാധീന ശക്തി ഉണ്ടാവും. ആളുകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് അവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് ഇടുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഉടമയാവുകയും ഒരുപാട് ജോലിക്കാരെ നിയന്ത്രിച്ചുകൊണ്ട് പോകാനുള്ള കഴിവും ഇവർക്കുണ്ട്. സ്വാധീന ശക്തി. എപ്പോഴും ഊർജ്ജസ്വലത ഉണ്ടാവും. ഊർജ്ജസ്വലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മക നക്ഷത്രത്തിൽ ഊർജ്ജസ്വലത, എല്ലാ നക്ഷത്രത്തിലുള്ളവർക്കും ഊർജ്ജസ്വലത ഉണ്ടാവണമെന്നില്ല. ഊർജ്ജസ്വലത ഉണ്ടാകണമെങ്കിൽ കുറേ നേരമെടുക്കും. ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒക്കെ നേരമെടുക്കും. പക്ഷേ മകത്തിലുള്ളവർ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണമെങ്കിൽ അവർ രാവിലെ എഴുന്നേറ്റ് ഭവനത്തിലെ ജോലികൾ തീർത്തിട്ടോ അല്ലെങ്കിൽ തീർക്കാതെയോ ഇറങ്ങി പോയി ജോലി ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല. ആ ടൈമിന് അവരവിടെ പോയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഊർജ്ജസ്വലതയോട് കൂടി എല്ലാം ചെയ്യും. കഴിവതും വീടുകളിലെ ജോലികളെല്ലാം അവർ തീർത്തിച്ച് പോവുകയുള്ളൂ. അങ്ങനെ എന്ത് സാഹചര്യത്തിലും വന്നു കഴിഞ്ഞാൽ ആ ജോലികൾ പൂർത്തീകരിക്കാതെ അവർ ആ ജോലിക്ക് പോകും. ഇനി അതുപോലെ ഉത്തരവാദിത്ത ബോധമുണ്ട്. ഇപ്പം വീടിനകത്തല്ല, പുറത്തൊരാൾ ഒരു ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ, പണമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടു കൂടി ഇവർ ചെയ്തു കൊടുക്കും. വൃഫക്ക അപ്പോൾ ഊർജ്ജസ്വലമാകുമ്പോൾ മിക്കപ്പോഴും ഭവനത്തിലെ ജോലികൾ തീർക്കുക തന്നെയാണ് ഇവർ ചെയ്യുക. കാരണം ഇവർക്ക് ഉത്തരവാദിത്ത ബോധമുണ്ട്. അതുപോലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മറ്റാരെങ്കിലും ഭവനത്തിലെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ഇവർ പോകുന്നുള്ളൂ. ഉത്തരവാദിത്ത ബോധം ഇവർക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ധൈര്യമുള്ള ആളുകളാണ്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വളരെയധികം ധൈര്യത്തോടു കൂടി എല്ലാ പ്രവർത്തികളും ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് മകൻ നക്ഷത്രത്തിലുള്ളവർ. മത്സര ബുദ്ധിയുണ്ട്. അപ്പം ഒരാൾ മുന്നിലേക്ക് പോകുമ്പോൾ ആ വ്യക്തി ഒന്ന് തോൽപ്പിക്കണം എന്നൊരു ചിന്ത മകൻ നക്ഷത്രത്തിലുള്ളവർക്കുണ്ട്. കാരണം എപ്പോഴും എല്ലായിടത്തും തങ്ങളെ തന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തങ്ങൾക്കൊരു സ്ഥാനം കിട്ടണമെന്നുള്ള ചിന്തയും മകൻ നക്ഷത്രക്കാർക്കുണ്ട്. അതുപോലെ കരുണയുള്ള മനസ്സാണ്. ചില കാരുണ്യ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യാൻ, ചില സഹായങ്ങളൊക്കെ ചെയ്യാനും മകൻ നക്ഷത്രത്തിലുള്ളവർ ശ്രമിക്കും. പക്ഷേ പൊരുത്തമുള്ള നക്ഷത്രക്കാരോട് മാത്രമാണെന്നേ ഉള്ളൂ. പൊരുത്തമില്ലാത്തവരുമായിട്ട് അത്ര കാരുണ്യ പ്രവർത്തനമൊന്നും ഇവർക്കില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഊർജ്ജസ്വലതയുടെ കാര്യത്തിലാണെങ്കിലും മകൻ നക്ഷത്രം വളരെയധികം മുന്നിലാണ്. പ്രതാപം എന്ന് പറയുന്നൊരു കാര്യം, ആഡംബരം, പ്രതാപം തുടങ്ങിയവ അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മുന്നേറാൻ വളരെയധികം തിടുക്കമുള്ള നക്ഷത്രക്കാരാണ് ഒട്ടുമിക്ക നക്ഷത്രക്കാരും. 27 ഒട്ടുമിക്ക നക്ഷത്രക്കാരും ഇനി ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും മുന്നേറാൻ തിടുക്കമുള്ളവർ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏകദേശം മുന്നേറാൻ തിടുക്കം, ഒരു അത്ഭുതം തോന്നുന്നു എന്ന് പറയുന്നത് 17 വയസ്സ് തൊട്ട് നമുക്കൊരു 23 വയസ്സ് വരെ നമുക്ക് എല്ലാ ആളുകളും 27 നക്ഷത്രക്കാരാണ് മുന്നേറാൻ തിടുക്കങ്ങളും നമുക്കുണ്ട്. എല്ലാത്തിലും ഒന്നാമതെത്തണം, എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരുടെയും മുമ്പിൽ ഒരു ഹീറോ ആവണം എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് എല്ലാവർക്കും വരാറുള്ളതാണ്. പിന്നീട് പ്രായം കൂടുന്നതിനനുസരിച്ചാണ് അതിൽ തോത് കുറയുന്നത്. പക്ഷേ ഏത് പ്രായത്തിലായാലും മുന്നേറാൻ തിടുക്കം കാണിക്കുന്ന ആളുകളാണ് മകൻ നക്ഷത്രത്തിലുള്ളവർ, മറ്റു നക്ഷത്രത്തിലുള്ളവർ. പക്ഷേ അവർ പ്രായത്തെ കണക്കിലെടുക്കാറില്ല, അവർ മുന്നേറുന്നു. ചില ആളുകൾ പ്രായത്തെ കണക്കിലെടുക്കും. സ്വന്തം പ്രായം കഴിഞ്ഞു, ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് എനിക്കത് കുറച്ചില്ലല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. മുൻകാലത്ത് ഞാൻ അത് ചെയ്തു, ശരി അത് വേണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു ചിന്തകളൊന്നും മകത്തിനില്ല. അപ്പം അവർക്ക് മുന്നോട്ട് പ്രായം എത്ര കടന്നാലും അവർ ജോലി ചെയ്യണമെങ്കിലോ ഏത് ജോലിയാണെങ്കിലും അവർ ചെയ്യും. ഇനിയിപ്പോൾ അവരുടെ തൊഴിലുകൾ വേണമെങ്കിൽ എടുത്ത് നമുക്ക് പറയാനുള്ളത് ഏത് ജോലി ഇവർ ചെയ്യും. ഇപ്പം മകത്തിലുള്ളവർ ഡോക്ടർമാരാകാറുണ്ട്. അതുപോലെ തന്നെ ക്രിമിനോളജി പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്, വിദ്യാഭ്യാസമുള്ളവർ പഠിക്കാറുണ്ട്. കെമിക്കൽസുമായിട്ടുള്ള ചില കളികളൊക്കെ ഇവർ ചെയ്യും. മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യും. കോൺട്രാക്ടർ വർക്കുകൾ എടുക്കും. അങ്ങനെ എടുത്തു പറയാനില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്തെല്ലാം ജോലികൾ കിട്ടുമോ. ഈ വിദ്യാഭ്യാസത്തിൽ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം തീരെ ഇല്ലെങ്കിലും മകത്തിലുള്ള ആൾ ഏത് ജോലിയും ചെയ്യും. ഏത് സ്ഥലത്തും ഇവരെ കാണാൻ സാധിക്കും. ഏതൊരു ഓഫീസിലും ഇവരെ കാണാൻ സാധിക്കും. അങ്ങനെ ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ മകൻ നക്ഷത്രത്തിലുള്ളവരും ആയില്യത്തിലുള്ളവരും ഉത്തരത്തിലുള്ളവരും ഒക്കെ കാണും ജോലി ചെയ്യുന്നവരുന്നത്. തിരുവോണത്തിലുള്ളവരൊക്കെ കാണും. ഉത്തരംകാർ പിന്നെ ബിസിനസ്സുകാരാണ്, ഉടമകളായിരിക്കാം. ഔട്ടംകാരൊക്കെ ഉടമകളായിരിക്കും. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കോൺട്രാക്ടർ ആവാം, മരുന്ന് കൊടുക്കുന്ന ആളുകളാവാം, ബ്രോക്കർ പോലെ കമ്മീഷൻ വ്യവസ്ഥ ജോലി ചെയ്യുന്നവരാവാം, കെമിക്കൽസുമായിട്ട് ബന്ധമുള്ളവരാവാം, ക്രിമിനോളജിയുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും, ഡോക്ടർമാരായിരിക്കും. അങ്ങനെ പല 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 ജോലികൾ നമുക്ക് എണ്ണിയാലെടുക്കാം. എല്ലാവരും ചെയ്യുന്ന ജോലികളിൽ ചിലർ മാറി നിൽക്കുന്ന ജോലികളും അത്തരം ജോലികളെല്ലാം ചെയ്യാനുള്ള കഴിവ് മകൻ നക്ഷത്രത്തിലുണ്ട്. പൊരുത്തമുള്ളവരുണ്ടെങ്കിലും പൊരുത്തമില്ലാത്തവരാണെങ്കിലും ഇവരുടെ ഒരു രീതി, ഇവരുടെ ഒരു ടൈം ടേബിൾ അനുസരിച്ച് മാത്രമുള്ള സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ, പേഴ്സണലായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം തുടങ്ങിയവ ഇവർ കൊടുക്കുന്നത്
വളരെ ഒരു അളന്നും തൂക്കിയിട്ട് വരയ്ക്കും. അതിൽ അത്ര നമുക്ക് പൊരുത്തം എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പൊരുത്തമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത്ര വലിയ രീതിയിൽ അടുത്തിടപഴകാൻ സാധിക്കുകയില്ല. കാരണം മകം നക്ഷത്രക്കാർ എപ്പോഴും ജോലിയിലും തിരക്കിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്രീ ടൈം കുറവായിരിക്കും. ജീവിതം ആസ്വദിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ കുടുംബത്തോടെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് യാത്രകൾ പോകുമായിരിക്കാം, അല്ലെങ്കിൽ 1-2 സുഹൃത്തുക്കളൊക്കെ. അല്ല, സുഹൃത്തുക്കളുമായിട്ട് മുഴുവൻ നേരം അടിച്ചു പൊളിച്ച് നടക്കുന്ന ആ ഒരു രീതി മകത്തിനില്ല. കാരണം ജോലികളിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് അവധിയുള്ളത്, ആ അവധി ദിവസങ്ങളിലുള്ള ഒരു കറക്കവും പോക്കും ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ജോലിക്ക് പോകുന്ന യാത്രയും തിരിച്ചു വരുന്ന യാത്രയും, ആ ഒരു യാത്രകളെ ഇവർ ഇഷ്ടപ്പെടും. നിത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, നിത്യമായി നടക്കുന്ന സംഭവങ്ങളെ ഇവർ ഇഷ്ടപ്പെടും. ഇനി ജോലി ആവശ്യത്തിന് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതും അവർ ഇഷ്ടപ്പെടും. അതല്ലാതെ നമുക്കറിയാം, ജോലിയുണ്ട്, ചില ആളുകൾ എന്ത് ചെയ്യും, ജോലിക്ക് പോകാതെ അന്നത്തെ ദിവസം കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിക്കാന്നുള്ള രീതിയിൽ കുറേയധികം ലീവുകൾ എടുത്തിട്ട് പിന്നീട് ജോലിക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു താല്പര്യം മകത്തിനില്ല. പിന്നെ പാദവ്യത്യാസങ്ങളനുസരിച്ച് ആളുകളുടെ സ്വഭാവങ്ങൾ പല രീതിയിൽ മാറുമല്ലോ, അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വരും. ഇനിയിപ്പം നമുക്ക് മറ്റൊരു നക്ഷത്രത്തെ കൂടി നമുക്ക് വിശകലനം ചെയ്യാം. അടുത്ത നക്ഷത്രമാണ് ആയില്യം. അപ്പോൾ ആയില്യ നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഈ സീരീസ് നമ്മൾ രേവതി നക്ഷത്രത്തിലേക്കാണ് പോകുന്നത്. ചില നക്ഷത്രങ്ങൾ ഓർഡർ തെറ്റിയാണ്, ചില നക്ഷത്രം കറക്റ്റാണ്. അതൊന്നും നോക്കണ്ട. നമ്മൾ തിരിച്ച് ഇപ്പം മകം ത്തിന് മുമ്പ് ആയില്യം കഴിഞ്ഞിട്ടാണ് മകം വരുന്നത്. അപ്പം നമ്മൾ മകത്തിൽ നിന്ന് നേരെ ആയില്യത്തിലേക്ക് പൊക്കത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് നമ്മൾ അശ്വതിയിലോട്ട് എത്തിച്ചേരും. മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പം ആയില്യം നക്ഷത്രത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ അസാമാന്യമായ ധൈര്യമുള്ളവരാണ്. അസാമാന്യമായ ധൈര്യം. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതൊന്നും വെച്ച് ചിന്തിക്കേണ്ട. നിങ്ങളുടെ നക്ഷത്രം അല്ലല്ലോ തൊട്ട് മുന്നേ കേട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാക്കിൽ നിന്ന് വരികയാണ്. പല നക്ഷത്രങ്ങൾ, 1-2 നക്ഷത്രങ്ങൾ എടുത്ത് വിശകലനം ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി എക്സ്ട്രാ ആയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അശ്വതി നക്ഷത്രത്തെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്, തിരുവോണത്തെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്, തിരുവാതിരപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, രേവതിയെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ നക്ഷത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇതുമായിട്ട് അനുബന്ധ സ്വഭാവമുള്ള നക്ഷത്രം കൂടി ഒന്നുകൂടി പറഞ്ഞതാണെങ്കിലും പറയാത്തതാണെങ്കിലും വിശകലനം ചെയ്തുകൂടിയാണ് പോകുന്നത് കൂടി കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക. അപ്പോൾ അസാമാന്യമായ ധൈര്യമാണ് ആയില്യ നക്ഷത്രക്കാർക്കുള്ളത്. എന്തിനേയും സംശയിക്കുന്ന ഒരു സ്വഭാവം കൂടി ആയില്യ നക്ഷത്രക്കാർക്കുണ്ട്. ഏതൊരു കാര്യം, ഇപ്പോൾ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, ആ ആളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊന്ന് ചെറിയ തോതിലൊരു സംശയിക്കുന്ന ഒരു സ്വഭാവം ആയില്യക്കാർക്കുണ്ട്. അസാമാന്യമായ ധൈര്യമാണ്, സാമർത്ഥ്യം കൂടുതലാണ്. പുരുഷനാണെങ്കിലും സ്ത്രീയാണ്. ഞാൻ പറഞ്ഞിരുന്നു, പുരുഷനും സ്ത്രീക്കും ഒരേ തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കാം പലപ്പോഴും ഇവർ കാണിക്കുക. കാരണം ഒരു പുരുഷൻ എങ്ങനെ പെരുമാറുമോ അതേ രീതിയിൽ തന്നെയാണ് ആയില്യത്തിലുള്ളൊരു സ്ത്രീ പെരുമാറുക. മറ്റ് നക്ഷത്രങ്ങൾക്കെല്ലാം സ്ത്രീ സ്വഭാവം വേറെ, പുരുഷ സ്വഭാവം വേറെ എന്ന് തിരിച്ചിട്ടുണ്ട്. പാദങ്ങളനുസരിച്ച് സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും കാണിക്കുക. പക്ഷേ ഒരേ സ്വഭാവം കാണിക്കുക, ഒരേ സ്വഭാവം, പാദം ഏതായാലും ഒരേ സ്വഭാവം, ആ പാദത്തിനനുസരിച്ചുള്ള ഒരേ സ്വഭാവം സ്ത്രീയും പുരുഷനും ഒരേപോലെ കാണിക്കുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം. പുരുഷൻ്റെ രൂപത്തിൽ വരുന്ന സ്ത്രീ എന്നല്ല, പുരുഷൻ്റെ രൂപമല്ല, സ്ത്രീയുടെ രൂപം, സൗന്ദര്യമുള്ള രൂപം, ശബ്ദവും മൃദുലും. ചില ആളുകൾക്ക് മാത്രം ശബ്ദം പരുക്കനാവാം, പക്ഷേ ശബ്ദവും മൃദുലും സൗന്ദര്യമുള്ള രീതിയിൽ നല്ല ശബ്ദം, നേർത്ത ശബ്ദം സ്ത്രീക്കെങ്കിലും പുരുഷൻ്റെ തൻ്റെ ധൈര്യം, എങ്ങനെയാണോ ഒരു പുരുഷൻ പെരുമാറുന്നത് അങ്ങനെയുള്ള രീതികളിൽ പെരുമാറുക. സ്പോർട്സ്, കല മുതലായ കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളും സ്ത്രീ ചെയ്യാം. ചില സമയങ്ങളിൽ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വളരെയധികം നിഷ്കളങ്ക ഭാവത്തിൽ കണ്ടാലും ആയില്യമാണെങ്കിൽ തീർച്ചയായും അവർക്ക് പുരുഷൻ്റെ തന്നെ തൻ്റെ ഇടവും, പുരുഷനാണെങ്കിലും വർദ്ധിച്ച കോപമുണ്ട്, സ്ത്രീ ആണെങ്കിലും വർദ്ധിച്ച കോപത്തിൽ തന്നെയാണ് അവരുടെ രീതികളെന്ന് നമ്മൾ മനസ്സിലാക്കുക. കോപകുലരായെങ്കിൽ മാത്രം, അല്ലാത്തപ്പോൾ മാന്യമായ രീതിയിലാണ് ഇവരുടെ ഇടപെടലുകൾ. വളരെ നല്ല മനുഷ്യരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. വാക്ചാതുര്യമുള്ള ആളുകളാണ്. വാചകഫ്രത്തിലൂടെ, വാക്ചാതുര്യത്തിലൂടെ ആരെയും കയ്യിലെടുക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ്. പുരുഷനാണ് സ്ത്രീകളാണേലും എവിടെയും ഇടിച്ചു കയറുന്ന സ്വഭാവക്കാരാണ്. അവിടെ പൊരുത്തമുള്ളവരാണോ പൊരുത്തമില്ലാത്തവരാണോ ഇഷ്ടമില്ലാത്തവരാണോ, ഇനി അവിടെ വീണ്ടും ചെന്ന് അവരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇവർക്കില്ല. ഒരു വലിയ കലഹവും വഴക്കിനോ ശേഷം സാധാരണപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും, ആ ആളുകളുടെ സ്ഥലത്തേക്കോ വീടുകളിലേക്കോ ഭവനത്തിലേക്കോ നടന്നു പോകുന്ന വഴികളിലാണെങ്കിൽ അങ്ങോട്ട് നോക്കുക പോലുമില്ല. പക്ഷേ ആയില്യത്തിലുള്ള ഒരാൾ വലിയ വഴക്കുകളും വാക്കേറ്റവും കയ്യാങ്കളിയും കേസുകൾ പോലും ഉണ്ടായെങ്കിൽ പോലും, അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ എടുക്കേണ്ട സംഭവങ്ങൾ വരെ ഉണ്ടായെങ്കിൽ പോലും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തിയെ കൊണ്ട് ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വീടുകളിൽ ചെല്ലാനോ ആ വ്യക്തിയെ പരിചയപ്പെടാനോ ആ വ്യക്തിയോട് സംസാരിക്കാനോ യാതൊരുവിധ ഭയവും ആയില്യത്തിലുള്ളവർ കാണിക്കുകയില്ല. മനസ്സിലാക്കുക. പിന്നെ അവർ വരുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കും അവരുടെ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെ എതിരാളിക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് ആയില്യത്തിലുള്ള ആളെ പറ്റുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ രീതി അതാണ്. കലകളിൽ ഇവർക്ക് താല്പര്യമുണ്ട്, കലാപരമായ കഴിവുകളിൽ താല്പര്യമുണ്ട്. ചില സമയങ്ങളിൽ ചെറിയ തോതിലുള്ള അസൂയ പ്രശ്നങ്ങളൊക്കെ ഇവർ വരാറുണ്ട്.
കാരണം മുന്നേറാൻ തിടുക്കമുള്ളവരാണ് ഇവർക്ക് സാധിക്കാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർ കാണിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഇവർക്ക് അസൂയ വരാറുണ്ട്. മനസ്സിലാക്കുക. വളരെയധികം കോപമുള്ള ഒരു നക്ഷത്രമാണെങ്കിലും ഇവർ പൊരുത്തമില്ലാത്തവരോടാണെങ്കിൽ ചില സമയങ്ങളിൽ അസൂയകൾ വെച്ച് പുലർത്താറുണ്ട്. ചിലപ്പോൾ പ്രത്യക്ഷമായി അത് കാണിച്ചൊന്നും വരികയില്ല. ചില സമയങ്ങളിൽ ചില പാദത്തിലുള്ളവർ അസൂയാലുക്കളായി തീരാനുള്ള സാധ്യത കൂടുതലുണ്ട്. കലകളിൽ താല്പര്യമുണ്ട്. കലാപരമായ ഫീൽഡിൽ മറ്റൊരാളുടെ വളർച്ചയെ ചിലപ്പോൾ ഇവർ മോശമായി സ്വാധീനിച്ചെന്ന് വരാം. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കലാപരമായി ഉയർന്നു വരാതിരിക്കാനുള്ള ചില തടസ്സപ്രയോഗങ്ങളൊക്കെ ഇവർ ചെയ്തെന്നും വരാം. ഇവർക്കും യാത്രകൾ വളരെയധികം ഇഷ്ടമാണ്. എവിടെയും യാത്ര പോവുക. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വളരെയധികം യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ജീവി, നമുക്കറിയാം നക്ഷത്ര മൃഗമുണ്ട്, നക്ഷത്ര പക്ഷിയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഇവരുടെ നക്ഷത്രത്തിൻ്റെ ഒരു ജീവിയായിട്ട് മൃഗങ്ങളൊക്കെ വേറെ കണക്കുകളും ലിസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ആയില്യത്തിന് നമ്മൾ അറിയപ്പെടുന്ന സർപ്പങ്ങളുടെ ഒരു ഇതായിട്ടാണ് അറിയപ്പെടുന്നത്, പാമ്പ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ആ ഒരു രീതിയിൽ പക വീട്ടുന്ന സ്വഭാവ രീതി ആയില്യത്തിനുണ്ട്. അതിപ്പോൾ ഏത് പാതക്കാരാണെങ്കിലും ചില സമയങ്ങളിൽ അസൂയയോ പ്രതികാര ബുദ്ധിയോ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയം പതിയിരുന്ന്, നമുക്കറിയാം പാമ്പിനെ നോവിച്ച് വിടാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആയില്യത്തിലുള്ള ഒരാളെ നോവിച്ച് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പിന്നീട് എപ്പോഴേലും പതിയിരുന്ന് ആക്രമിക്കുന്നൊരു സ്വഭാവം ആയില്യംകാർക്കുണ്ട്. എപ്പോഴേലും വിരോധമോ പകയോ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഒരു പക അവർ വീട്ടും. ചില സമയങ്ങളിൽ മറ്റൊരാളുടെ കുടുംബം തന്നെ താർത്ത് കളയുന്ന ചില പ്രവർത്തനങ്ങളും ഇവർ ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സർപ്പങ്ങളുടെ രീതി എങ്ങനെയാണ്, പാമ്പിൻ്റെ രീതി അതാണ്. പക തോന്നിക്കഴിഞ്ഞാൽ അത് ഒളിഞ്ഞിരുന്ന് കടിക്കും, അല്ലെങ്കിൽ അടുത്ത് വന്ന് അവസരത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് ഉപദ്രവിക്കുന്നൊരു ജീവിയാണ് പാമ്പെന്ന് പറയുന്നത്. അപ്പോൾ സർപ്പങ്ങളെ എപ്പോഴും പറയുന്നത് ആയില്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. മനസ്സിലാക്കുക. ആയില്യത്തിനെയും പാമ്പിനെയും ബന്ധപ്പെടുത്തി നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പുരാണങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം അങ്ങനെയാണ് നക്ഷത്രപക്ഷി, നക്ഷത്രമൃഗം തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ആയില്യവും സർപ്പങ്ങളുമായിട്ടുള്ള ബന്ധം പറയുന്നതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പക വീട്ടുക, കുടുംബത്തെ നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതുപോലെ ഒരു ആളോട് വിരോധം തോന്നി ആളുടെ മക്കളെ നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വരെയും ചെയ്യാൻ ആയില്യത്തിലുള്ളവർ പക തോന്നിയേ ചെയ്യും. എപ്പോഴുമല്ല അതുപോലെ ഒരു അനുഭവം ഇവർക്ക് ജീവിതത്തിൽ വരികയോ ഇനി അല്ല എങ്കിൽ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ മോശം അനുഭവങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ ചില സമയം അസൂയ പ്രശ്നങ്ങൾ കൊണ്ടോ ഇവർക്ക് ഇത്തരം ചിന്താഗതികളൊക്കെ ചില സമയങ്ങളിൽ തോന്നും. അത് ചിലപ്പോൾ അവരുടെ ദോഷ സമയത്തായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ തോന്നലുണ്ടാവുക. അതിലൂടെ ഇവർ കടുത്ത ചില പാപ പ്രവർത്തനങ്ങളൂടെ ചെയ്യാറുണ്ട്. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തിനും ഉടൻ പ്രതികരിക്കുന്നവരാണ്. കാരണം ഞാൻ പറഞ്ഞു, മുൻകോപമുള്ളവരാണ്. അപ്പം ചില സമയങ്ങളിൽ തമാശകൾ നമ്മൾ പറയാറുണ്ട്. ചില തമാശകൾ നമ്മൾ പറയുമ്പോൾ ആ തമാശകൾ ഇവർക്ക് ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഇവർക്ക് ഭയങ്കരമായ വിരോധം ഇപ്പോൾ ഒരാളോട് ഉണ്ടെന്ന് കരുതുക. ഒരു വ്യക്തിയോട് ഭയങ്കരമായ വിരോധമുണ്ട്, പക്ഷേ അയലത്തുള്ള വ്യക്തിക്ക് മറ്റൊരാളുടെ വിരോധമുണ്ട്. ഈ വിരോധമുള്ള ആളിപ്പം മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് വളരെ മാന്യമായിട്ട് ഇവർ സംസാരിക്കുന്നത്, അവരുടെ ഇടപെടൽ, അവർ സംസാരിക്കുന്ന ഒരു മധുരമായ ശബ്ദം കേൾക്കുമ്പോൾ വിരോധമുള്ള ആളോർക്കും എത്ര സ്നേഹം, ഈ വ്യക്തിയോടാണോ ഞാൻ പിണങ്ങിയത് എന്ന് ചിന്തിക്കും. പക്ഷേ ചില സമയങ്ങളിൽ കടുത്ത പക വീട്ടാനുള്ള ഒരു ശ്രമത്തിന് മുന്നോടിയായിട്ടായിരിക്കാം ചിലപ്പോൾ അത്രയും മാന്യമായി സംസാരിക്കുന്ന. അവസരം കിട്ടുമ്പോൾ പരിസരം നോക്കാതെ ചിലപ്പോൾ അപമാനിക്കുക, അപകീർത്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ദേഹോപദ്രവം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആയില്യത്തിലുള്ളവർ ചെയ്യാറുണ്ട്. പുരുഷൻ ഒരാളെ എങ്ങനെയാണ് കോപം വരുമ്പോൾ മർദ്ദിക്കുക, അതുപോലെ തന്നെ ഒരു സ്ത്രീ, ആയില്യത്തിൽപ്പെട്ട ഒരു സ്ത്രീ മറ്റൊരാളെ മർദ്ദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പുരുഷനെ ആണെങ്കിലും ഒരു മുന്നിൽ നിൽക്കുന്ന സ്ത്രീ ആണെങ്കിലും ആയില്യത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു പുരുഷൻ മർദ്ദിക്കുന്ന പോലെ തന്നെ മർദ്ദിക്കാൻ സാധ്യത കൂടുതലാണ്. തൻ്റെ ഇടമുള്ള സ്ത്രീകളാണ്, തൻ്റെ ഇടമുള്ള പുരുഷന്മാരുമാണ്. ഇതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഗുണത്തേക്കാൾ കൂടുതൽ ആപത്ത് ഇവർക്ക് വരികയും കൂടുതൽ ശത്രുക്കളുടെ എണ്ണം പെരുകുന്നത് കൊണ്ട് തന്നെ ചില സമയം ഭവനത്തിൽ നിന്ന് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ചില സമയങ്ങളിൽ ആയില്യ നക്ഷത്രത്തിലുള്ളവർ പെട്ടുപോകാറുമുണ്ട്. കുറേ കാലം ചിലപ്പോൾ ശത്രുക്കളെ ഭയന്ന് ഒളിച്ചിരിക്കേണ്ടതായ അവസ്ഥയും ആയില്യത്തിലുള്ളവർക്ക് വരാറുണ്ട്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. അങ്ങനെ ചില അനുഭവങ്ങളും ഇവർക്ക് വരാറുണ്ട്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ സഹായിച്ചെടുക്കണമെങ്കിൽ ഏത് വിരോധമുള്ള വ്യക്തിയോടോ എത്ര വലിയ പ്രശ്നങ്ങളിലോ വഴക്കുകളിലോ പോയതാണെങ്കിൽ ഇവർ ചെന്നിട്ട് അവസാനം ആയില്യത്തിലുള്ളവർ ക്ഷമ പറഞ്ഞ് ആ കാര്യം നേടിയെടുക്കും. പക്ഷെ അത് മനസ്സാനുള്ളൊരു ക്ഷമയല്ല, താൽക്കാലികമായി കാര്യസാധ്യത്തിനുള്ളൊരു ക്ഷമ പറച്ചിൽ മാത്രമാണത്. അത് എതിരാളിക്ക് മനസ്സിലാവുകയില്ല. ക്ഷമ പറഞ്ഞ് ചിലപ്പോൾ കാര്യം സാധിച്ച ശേഷം വീണ്ടും വഴക്കുണ്ടാക്കാനുള്ള സാധ്യതയും ആയില്യംകാർക്ക് കൂടുതലാണ്. ഇങ്ങനെയും വളരെ തന്ത്രപ്രധാനമായി
ജീവിക്കുന്ന ആളുകളാണ്, തന്ത്രപരമായി ജീവിക്കുന്ന ആളുകളാണ്. ചില സമയങ്ങളിൽ സ്വാർത്ഥതയുണ്ട്, സാമർഥ്യമുള്ളവരുണ്ട്. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മക്കളോടോ ഭാര്യയോടോ ചിലപ്പോൾ സ്വാർത്ഥമായ പെരുമാറ്റങ്ങൾ, ഇവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഇവർ ചിലപ്പോൾ പ്രവർത്തിച്ചെന്ന് വരും. ചിലപ്പോൾ കുട്ടികളുടെ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലം അനുഭവിക്കുക, അല്ലെങ്കിൽ അവരെ കൂടുതലായി ചില പ്രവർത്തികൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അയലത്തിൽപ്പെട്ടവർ ചെയ്യും. ഇതൊന്നും ഇവരുടെ കുറ്റമല്ല, ഇത് ഇവരുടെ നക്ഷത്രത്തിൻ്റെ സ്വഭാവമാണ്. ഇതിൽ ഉള്ള സ്വഭാവം തന്നെയാണ് ഇവരുടെ സ്വഭാവം വരിക. അതുപോലെ മുന്നേറാൻ തിടുക്കമുള്ളതുകൊണ്ട് കൂട്ടത്തിൽപ്പെട്ട ആരും മുന്നേറി വരാൻ ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടമില്ല. ഇനി വെറുതെ കാരെ പോയി ഇവർ സഹായിക്കും. ഇപ്പം മുന്നേറാൻ തുടക്കം, ഇപ്പം ഞാൻ പറയാം, അയലത്തിൽപ്പെട്ട ഒരാൾ ഒരു സ്ഥലത്തുണ്ട്, ആ വ്യക്തിയുടെ സഹോദരനോ സഹോദരങ്ങളുടെ മക്കളോ ഒരേ ഫീൽഡിൽ വളർന്നു വരാൻ ഉദ്ദേശിക്കുകയാണ്. എൻ്റെ സ്വന്തം മക്കളാണെങ്കിലും കലാപരമായ ഒരു ഫീൽഡിൽ ഉയരാൻ ശ്രമിക്കുകയാണ്. ഈ വ്യക്തി കലാകാരനാണെന്ന് കരുതുക. ആ സമയത്ത് അവരെ ഉയരാൻ ഒരിക്കലും സമ്മതിക്കില്ല. എത്ര സ്ഥലങ്ങളിൽ ചെന്ന് ഏഷണിയോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ അയലത്തിലുള്ള ആൾ വെച്ച് മറ്റേയാളെ വളരെയധികം പൂർണ്ണമായ ഫീൽഡിൽ നിന്ന് കളയും, നശിപ്പിച്ച് കളയും. അത് പക്ഷേ അയലത്തിലുള്ളവരെ ഈ വ്യക്തിക്ക് ഒരു വിരോധമില്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പരിചയപ്പെടുന്ന ആളുകളെ കലാപരമായി കൈപിടിച്ചുയർത്തി വലിയ വലിയ ഉയരങ്ങളിൽ എത്തിക്കും. അങ്ങനെ സന്തോഷിക്കുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് അയലത്തിലുള്ളവർ. കാരണം വെച്ചാൽ മറ്റുള്ളവരെ വളരെ വലിയ ടോപ്പ് ലെവലിൽ എത്തിക്കാനുള്ള പരിചയങ്ങളും ബന്ധങ്ങളും ഒക്കെ സ്ഥാപിച്ച് ആ ആളെ ഉയർത്തിയെടുക്കാനുള്ള ചില പ്രവർത്തികളും കൂടി അയലത്തിലുള്ളവരെ കാണിക്കാറുണ്ട്. പക്ഷേ ഈ ഉയർന്നു പോയൊരു ഭാവി ചിലപ്പോൾ ഇവർക്ക് വിനയാഹാരമുണ്ട്, മനസ്സിലാക്കുക. പിന്നെ ഇവർക്ക് പറയുന്ന ജോലികൾ എന്നല്ല. ജോലികളെന്ന് പറയുന്നത് ഇവർ ഏത് ജോലി ചെയ്യും? നമ്മുടെ മകത്തിനെയൊക്കെ പോലെ തന്നെ, തിരുവോണത്തിനെയൊക്കെ പോലെ തന്നെയാണ്, വിശാഖത്തിനെയൊക്കെ പോലെ തന്നെയാണ്. വിശാഖം ഇച്ചിരി കൂടി ചിന്തിക്കുക. തിരുവോണവും മകവും ഒക്കെ എന്തെങ്കിലും മതി. പുണർത്തത്തിൻ്റെ കാര്യം പുണർത്തം എന്തെങ്കിലുമൊക്കെ മതി, അത് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യും ജോലിയുടെ കാര്യത്തിൽ. വിശാഖം ഭാവിയിൽ ഇച്ചിരി കൂടി ഡെവലപ്പായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ മറ്റവർ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ചെയ്യും ആളുകൾ. അപ്പോൾ അയലത്തിലുള്ളവരും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നേരത്ത് ജോലിയുടെ പദവിയോ അന്തസ്സോ ഒന്നും നോക്കാതെ തന്നെ ഏത് ജോലിയും ചെയ്യാൻ താല്പര്യരായ ആളുകളാണ്. എവിടെ ഇടിച്ചു കയറുന്ന സ്വഭാവക്കാരാണ്ട് ഭയങ്കര സഹായ പ്രവർത്തനങ്ങളൊക്കെ ഇവർ ചെയ്യും. ഈ സഹായങ്ങൾ പലപ്പോഴും മുന്നേറാനുള്ള തിടുക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് മാത്രമായിരിക്കാം. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമായിരിക്കാം ചില സഹായങ്ങൾ, ചില പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടു. 4 ആൾ കൂടുന്ന ഒരു സ്ഥലത്ത് അയലത്തിലുള്ള ഒരാൾ അവിടെ ഉറക്കെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്രയും ആളുകളോടായിട്ട് സംസാരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ അത്രയും ആളുകൾ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുകയോ ചെയ്യും. മനസ്സിലാക്കുക. ആളുകളിലെ ശ്രദ്ധാ വിഷയമാണ് അയലത്തിലുള്ളവർ. മറ്റ് നക്ഷത്രക്കാർ, ഇപ്പോൾ 27 നക്ഷത്രക്കാർ കൂടി നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ, ഇപ്പം നമുക്ക് അറിയാം, ഉത്സവമായിക്കോട്ടെ, ഒരു ഗാനമേള നടക്കുകയാണായിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന ഓഡിയൻസിൽ അയലത്തിലുള്ളവരുണ്ടെങ്കിലും ഗാനമേളക്കാരെക്കാളും വലിയ ആളായിരിക്കും ചിലപ്പോൾ അവിടെ നടത്തുന്ന പ്രവർത്തനം കൊണ്ട് ചിലപ്പോൾ അയലത്തിലുള്ള ആൾ. അല്ലെങ്കിൽ ഉത്സവം നടക്കുകയാണ്, മറ്റു കാര്യങ്ങളെല്ലാം നടക്കുകയാണ്, അവിടെ വെറുതെ കാഴ്ചക്കാരനായി വന്ന ഒരു അയലത്തിലുള്ള ആളും ആ വ്യക്തിയെ ശ്രദ്ധിക്കേണ്ട ചില പ്രവർത്തനങ്ങൾ ആ സ്ഥലങ്ങളിൽ ചെയ്യും. ഒരു പാർക്കിൽ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും അവർ ആ വ്യക്തിയെ ശ്രദ്ധിക്കേണ്ട ചില പ്രവർത്തനങ്ങൾ ചെയ്യും. അത്തരം കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യും. അയലത്തിലുള്ള ആളുടെ നാം അടങ്ങിയിരിക്കാറില്ല. കലഹിക്കുന്ന പ്രകൃതമുള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർ ചില സമയങ്ങളിൽ സ്വന്തം കുടുംബത്തിൻ്റെ ചരിത്രങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു വിഷയങ്ങളും കിട്ടിയില്ലെങ്കിൽ അത് തന്നെ വിളിച്ചു പറയുന്ന ആളുകളാണ്. അതുപോലെ വളരെ മുൻകോപമുള്ള ആളുകളായതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അയലത്തുള്ള സ്ത്രീ ആണെങ്കിൽ ഭർത്താവുമായിട്ട് ചില ചേർച്ചക്കുറവുകൾ, വഴക്കുകൾ, വാക്ക് തർക്കങ്ങൾ, കയ്യാങ്കളി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരികയും ഭർത്താവ് ചിലപ്പോൾ ഭാര്യയെ വിട്ട് മാറി നിൽക്കേണ്ട ചില ഗതികളുണ്ടാവും. ഭാര്യ ചിലപ്പം ഭർത്താവിനെ വിട്ട് മാറി നിന്ന് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കുന്ന അയലത്തുള്ള ആളുകൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കും വഴക്ക് വലുതാകുമ്പോൾ. അപ്പോൾ സ്വന്തം മാതാപിതാക്കളോടാണെങ്കിലും വഴക്കുണ്ടാവും, ചിലപ്പോൾ കയ്യാങ്കളിയോ വാക്കുതർക്കങ്ങളോ ഉണ്ടാവും. ഭർത്താവായാണെങ്കിലും മക്കളോടാണെങ്കിലും കയ്യാങ്കളിയും വാക്കുതർക്കങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് പുറത്തേക്ക് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. ഇനി അയലത്തുള്ള പുരുഷനാണെങ്കിലും ചിലപ്പോൾ മറ്റൊരു റൂം എടുത്ത് കുടുംബത്തെ ഉപേക്ഷിച്ച് ചിലപ്പോൾ മാറി നിൽക്കേണ്ടായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ജോലികൾ ഞാൻ പറഞ്ഞു, പിടിച്ചു നിൽക്കാൻ ഏതൊക്കെ ജോലികളായും, തൂത്തു വരുന്ന ജോലികളായാലും എന്ത് കാര്യങ്ങളാണെങ്കിലും, ക്ലീനിങ് ആണെങ്കിലും ഹോട്ടൽ ജോലികളാണെങ്കിലും ഏത് ജോലി വേണമെങ്കിലും അവർ ചെയ്യേണ്ട സമയത്ത് കയറി ചെയ്തിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരെ അങ്ങനെയല്ല, ചിലൊരു ലിസ്റ്റുണ്ട്, ആ ജോലികൾ മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ല വേറെ ജോലിക്ക് പോവുകയില്ല. എന്ത് സംഭവിച്ചാലും പോവുകയില്ല. പക്ഷേ അയലത്തിൻ്റെ രീതി അതല്ല. അവരേത് ജോലിക്കും പോയിട്ട് അവർ തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ശേഷം അവർ ചിലപ്പോൾ കൂടുതൽ കരുത്ത് ആർജിച്ചു വന്നിട്ട് ആളുകളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്.
ഇവർക്ക് പറയുന്ന ജോലികൾ നമുക്കിത് വ്യാപാരങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കും, കച്ചവടങ്ങൾ ചെയ്യാൻ സാധിക്കും, ബ്രോക്കറായിട്ട് നിൽക്കുക, അതായിരിക്കും കൂടുതൽ ഇവർക്ക് ഇഷ്ടമുള്ള ജോലി. ഇടനിലക്കാരനാവുക, ഇപ്പം കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആയതുകൊണ്ട് തന്നെ ബ്രോക്കറായി നിൽക്കുക. അതുപോലെ കലാപ്രവർത്തനങ്ങൾ ഇവർക്ക് ഇഷ്ടം, അതും യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യവും യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. കലാപ്രവർത്തനം, കലാകാരനാവുക, കല പഠിപ്പിക്കുന്ന സാറാവുക, കലാപ്രവർത്തനങ്ങൾ കാണിക്കുക. ഇപ്പോൾ സ്പോർട്സ് നമുക്കൊരു കലയായിട്ട് വേണമെങ്കിൽ പറയാം. ആയോധന കലകൾ പഠിക്കുക, അഭ്യാസങ്ങൾ പഠിച്ച് കാണിക്കുക, പേരും പ്രശസ്തി ഉണ്ടാക്കുക. പേരിനും പ്രശസ്തിക്കും വേണ്ടി ഏതറ്റം വരെയും ആയില്യത്തിലുള്ളവർ സഞ്ചരിക്കും. പത്രപ്രവർത്തനങ്ങൾ ചെയ്യുക, പബ്ലിഷിങ്, അതുപോലെ തന്നെ എഴുത്ത്, പ്രിൻറ്റിങ്, മഷി തുടങ്ങിയ കാര്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെയുള്ള ജോലികൾ, ഡിസൈനിങ് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, പെയിൻറ്റ്, മഷി, ജ്യോതിഷം തുടങ്ങിയ നമുക്ക് എവിടെ ഏത് ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. വക്കീലാവാം, ജഡ്ജിയാവാം, ഡോക്ടറാവാം, എന്ത് വേണേലാവാം. ഏത് ഉയർന്ന സ്റ്റാറ്റസുള്ള ജോലിയോ കളക്ടർ പോലെ വലിയ 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 ജോലികളായാലും നമ്മൾ പറയുന്നത് പഠിച്ചത് തന്നെ കളക്ടറാകാൻ പോകുന്ന ജോലി എന്ന രീതി പോലും നമുക്ക് ആ ഒരു രീതി പോലും പോലീസ്, നിയമപാലകർ, പട്ടാളം, സൈനിക സേവനം, ഇത് മകത്തിനും എല്ലാം ഉണ്ട്. ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാരും ഈ ജോലികളെല്ലാം ചെയ്യാൻ അർഹരാണ്. 27കാർക്കും അങ്ങനെ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. 27 നക്ഷത്രപ്പെട്ടവരാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും സൈനിക സേവനത്തിൽ പോയി നോക്കിയിട്ട് തിരിച്ചു വരുന്നവരുണ്ട്, അല്ലാതെ പിടിച്ചു നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നിയമപരമായ ജോലികൾ, പോലീസ് തുടങ്ങിയ ജോലികളിലെല്ലാം പോയി നിൽക്കുന്ന 27 നക്ഷത്രക്കാരുമുണ്ട്. അങ്ങനെ ഒരു നക്ഷത്രത്തിൽ നമുക്ക് ഈ നിയമപരമായ ജോലികൾ, സർക്കാർ ജോലികൾ തുടങ്ങിയിട്ട് മാറി നിൽക്കാൻ പറ്റത്തില്ല. താഴെയുള്ള ജോലികളും ഉയർന്ന ജോലികളും ഹൈ സ്റ്റാൻഡേർഡുള്ള ജോലികളും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ എടുത്തു പറയാനായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ശൗര്യം കൂടിയ നക്ഷത്രങ്ങൾ, ശക്തി കൂടിയ നക്ഷത്രങ്ങൾ: വിശാഖം, തിരുവാതിര, തിരുവോണം, രേവതി, അശ്വതി, ഭരണി, അതുപോലെ തന്നെ ആയില്യം, ഇതൊക്കെ നമുക്ക് പൂയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം പവറുള്ള നക്ഷത്രങ്ങളാണ്. മൂലം നക്ഷത്രം പവറുള്ള നക്ഷത്രം. അതുപോലെ ദേവഗണം, അസുരഗണം തുടങ്ങിയ ഗണങ്ങളിൽ പെട്ടവരൊക്കെയാണ്. അപ്പം അതനുസരിച്ച് അത്തരം ജോലികൾ വളരെയധികം അവർ ഇഷ്ടപ്പെടും. പുണർദത്തിലുള്ളവർ നിയമപരമായ പ്രവർത്തനങ്ങൾ കഴിവതും വിട്ടു നിൽക്കും. ഞാൻ പറഞ്ഞിരുന്നു, എവിടെയെങ്കിലും ജോലി ചെയ്താൽ മതി അവർക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളോട് പുണർദംകാർ അല്പം മാറി നിൽക്കും. എങ്കിലും പുണർദത്തിലുള്ളവർ സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ട് നിയമപരമായ ജോലികൾ പോയി ചെയ്യാൻ ഇഷ്ടമുള്ളവരുമുണ്ട്, അങ്ങനെ ചെയ്തിട്ടുള്ളവരുമുണ്ട്. എങ്കിലും എണ്ണിയാൽ ഏറിയ പങ്കും പേര്, ഇപ്പം 100 പേരെടുത്തു കഴിഞ്ഞാൽ 88 പേരും സാധാരണ ഒരു പൊതുഫലം തന്നെയായിരിക്കും കാണിക്കുക. പക്ഷേ ആയില്യത്തിൻ്റെ രീതി വളരെ വ്യത്യസ്തമാണ്. വളരെയധികം ദേഷ്യമുള്ള ആളുകളാണ്. ചില സമയങ്ങളിൽ മോശം കൂട്ടുകെട്ടുകൾ വരെ പോയി പെടാറുള്ള ആളുകളാണ്. ആളുകളോട് പരിചയപ്പെടുന്ന ഇവരെ വലിപ്പച്ചെറുപ്പം നോക്കാറില്ല. രണ്ടാമത്തെ കാര്യം, അതായത് വളരെ സ്റ്റാൻഡേർഡുള്ള ആളാണെങ്കിലും അവർ പരിചയപ്പെടും. വളരെ ലോ ലെവലിലുള്ള ആളാണെങ്കിലും, ലോക്കൽസായ ആളാണെങ്കിൽ പോലും ഇവർ ഇടപെടും, സംസാരിക്കും. സാധാരണ ആളുകൾ അങ്ങനെയല്ല. ഒട്ടുമിക്ക ആളുകളും നമുക്കിപ്പോൾ പറയാം, ഒട്ടുമിക്ക നക്ഷത്രത്തിൽപ്പെട്ടവരും ഒരു വളരെയധികം നമുക്ക് അടുക്കാൻ പറ്റില്ലാത്ത ആളുകളെന്ന് നമ്മൾ സമൂഹത്തിൽ കേട്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ അവർ ഏത് രീതിയിലും ആയിക്കോട്ടെ അടുക്കാൻ പറ്റില്ല, ആ വ്യക്തിയോട് നമ്മൾ കൂട്ടുകൂടരുത് എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു തരിക, അല്ലെങ്കിൽ സമൂഹം മുഴുവൻ നമുക്ക് പറഞ്ഞു തരുവാണ്. ചില സമയങ്ങളിൽ നമ്മൾ ആ വ്യക്തിയോട് കൂട്ടുകൂടാനായിട്ട് ചെല്ലുകയില്ല. പക്ഷേ ആയില്യത്തിലുള്ളവർ കാര്യസാധ്യത്തിനോ അല്ലെങ്കിൽ അത്തരം ഒരു പിൻബലം ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തികളോട് പോയി കൂട്ടുകൂടും. അവരെ ഒരു ആയുധമാക്കി കൊണ്ടു നടക്കാനുള്ള കഴിവ് വരെ ആയില്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പോയി കൂട്ടുകൂടാനുള്ള സാധ്യത കൂടുതലാണ്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. അവരുടെ ഒരു ഫ്രണ്ട് ലിസ്റ്റ് തീർച്ചയായും എല്ലാ തരത്തിലുള്ള ആളുകളും കാണും. അവരവിടെ വലിപ്പച്ചെറുപ്പം നോക്കുന്നില്ല, ജാതി വ്യവസ്ഥ നോക്കുന്നില്ല, വർണ്ണവ്യവസ്ഥ നോക്കുന്നില്ല, രൂപം നോക്കുന്നില്ല, ഉയരം നോക്കുന്നില്ല, സാമ്പത്തിക വ്യവസ്ഥ നോക്കുന്നില്ല, പദവി നോക്കുന്നില്ല, ഒന്നും തന്നെ നോക്കുന്നില്ല. പൊരുത്തമുള്ളവരാണോ പൊരുത്തമില്ലാത്തവരാണോ, എന്നോട് മുമ്പ് വഴക്കുണ്ടാക്കിയവരാണോ, ഇവരുമായിട്ട് ഞാൻ വഴക്കുണ്ടാകുമോ, ഇവരുടെ പ്രവർത്തനങ്ങൾ എനിക്ക് ഇഷ്ടമാണോ എന്നൊന്നും അവർ നോക്കില്ല. ഒരു ലിസ്റ്റാക്കി അവർ വെച്ചിരിക്കും. പക തോന്നുന്നവരോട് പക വീട്ടും, അല്ലാത്തവരെ വെറുതെ വിടും. ഇനി ഒരു പരിചയമില്ലാത്തവരെ ഉപകാരം ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും ഇവർ ചെയ്ത് പോകുന്ന ഒരു പ്രത്യേകതരം നക്ഷത്ര സ്വഭാവമാണ് ആയില്യം കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും അറിവുകൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ചാനലിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ചാനലിലേക്ക് ആദ്യമായി വരുന്ന ആളാണ് നിങ്ങളെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുക കൂടി ചെയ്യുക. അതുവരെ അപ്പോൾ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ സഹായിക്കുക. വളരെയധികം നന്ദി. താങ്ക് യു.